നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തിട്ടാണ് നമ്മുടെ മരണമുള്ളത് എന്ന് നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഇനി അതല്ലെങ്കിൽ നമുക്കിപ്പോൾ അടുത്തൊന്നും അങ്ങനെ മരണം വരുമൊന്നുമില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീടിനടുത്ത് മരണപ്പെട്ട ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ബഹ്റൈനിൽ മനാമ KMCC ഹാളിൽ പോയിരുന്നു. അവിടെ അപ്പോൾ 11ഓളം മരണപ്പെട്ട ആൾക്കാരുടെ പേര് വായിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൻ പ്രദേശങ്ങളിൽ അടുത്ത പ്രദേശങ്ങളിലുള്ള ഓരോ പേരുകൾ പരിചയം. ഏകദേശവും ഒരു 90% ഹാർട്ട് അറ്റാക്കാണ്. അത് ഒരു 50 വയസ്സിന് താഴെയുള്ളവരുടെ. നമ്മൾ വാട്സപ്പൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് മരണങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പെട്ടെന്ന് മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ആയുസ് അല്ലേ? പക്ഷെ നമ്മളത് ആലോചിക്കുന്നില്ല. ഇപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക, വാശിയും വൈരാഗ്യവും പിണക്കവും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ആയിട്ട് പിണക്കമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെറുപ്പ് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള ഒരു സമയമാണ്, തിരിച്ചറിവിനുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മളത് മാറ്റിയിട്ട് ഇതല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട്, ഇനിയിപ്പോൾ നമ്മളിലല്ല തെറ്റെങ്കിൽ പോലും നമ്മളുമായിട്ട് ഒരാൾ അലോഗ്യത്തിലാവാൻ, ഇനി അതല്ലെങ്കിൽ പിണക്കത്തിലാവാൻ ചിലപ്പോൾ നമ്മളേതായിരിക്കില്ല തെറ്റ്. എന്നാൽ പോലും അവരുടെ അരികിലേക്ക് പോയിട്ട് നമ്മളവരോട് എന്ത് ചെയ്യണം? മിണ്ടാനും സംസാരിക്കാനും കൂട്ടുചേരാനും തയ്യാറാവണം. പലരും കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? മിണ്ടാതിരിക്കുന്നവരുണ്ടാവും. ഏട്ടനിയന്മാർ മിണ്ടാതിരിക്കുന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഉപ്പയും മോനും അല്ലെങ്കിൽ ഉമ്മയും മോനും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിലുള്ള കാരണവനും മരുമോനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ പിണങ്ങിയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ വിഷയത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നതല്ല, നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്യണം? പോയിട്ട് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. തെറ്റോ ശരിയോ അവിടെ എന്ത് ചെയ്യേണ്ട, നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. കാരണം മരണം എന്ന് പറയുന്നത് ഏത് നിമിഷവും നമ്മുടെ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത്ര അടുത്ത് നമ്മുടെ മരണം നമ്മളോടൊപ്പമുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പോലും എന്ത് ചെയ്യാറില്ല, കാത്തിരിക്കില്ല. അതിനു മുമ്പ് റൂഹ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നല്ല രീതിയിലുള്ള എന്താ പറയുക, പൊരുത്തപ്പെടിക്കാനും മറ്റൊക്കെ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് സമ്പാദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ജോലിയൊക്കെ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പിടിച്ചെടുത്തിട്ട് അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട്, ഇനി അതല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് പിടിച്ചെടുക്കാതെ നമുക്ക് അർഹതയുള്ളത് വെച്ച് നമുക്ക് ജീവിക്കാൻ എന്ത് ചെയ്യുക? പഠിക്കുക. അനർഹമായ ഒന്നും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നേടാൻ നിൽക്കരുത്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, സന്തോഷവും തരില്ല, നിലനിൽപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് തന്നെ ഏത് നിമിഷവും നമ്മളിലേക്ക് ഒരു അതിഥിയായിട്ട് മരണം വരുമെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്.